ടി.എസ്. ഇറൈ ഈ സിനിമ കണ്ടതിന് ശേഷമുള്ളൊരു റിവ്യൂ ആണ്. ഇത് ആദ്യമായിട്ടാണ് ഞാനൊരു പ്രീമിയർ ഷോ കാണുന്നത്. കാരണം പ്രീമിയർ ഷോ ഇതുവരെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു തോന്നുന്ന എഫക്ട് എന്ന് പറയുന്ന ഒരു ഗംഭീര മേക്കിംഗ്. ഭൂതകാലം അതുപോലെ തന്നെ പ്രമേയവും ഒക്കെ കഴിഞ്ഞ ശേഷം രാഹുൽ സദാശിവന്റെ ഒരു ഗംഭീര മേക്കിംഗ്, അസാധാരണ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൂപ്പർ സൗണ്ട് മിക്സിംഗ്. രാധാകൃഷ്ണന്റെ എടുത്ത് പറയണം, ഗംഭീര സൗണ്ട് മിക്സിംഗ് ആണ്. പിന്നെ പ്രണവ് മോഹൻലാലിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് എടുത്തു പറയാൻ പറ്റുന്ന പടം. ഇതിനകത്ത് എല്ലാവരും അഭിനയിച്ചേക്കുന്ന ചെറുതും വലുതായിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം സൂപ്പറാണ്. മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു ഭൂതകാലമോ പ്രമേയമായിട്ടൊന്നും യാതൊരു കമ്പാരിസൺ ഇല്ലാതെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ആണ് സിനിമ. എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന, എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയ സിനിമയാണ്. തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു ഗംഭീര സിനിമയായിട്ട് തോന്നുന്നു. ഒരു വേറെ ലെവൽ ഐറ്റം. ടെക്നിക്കലി ടോപ്പ് നോച്ച് ആണ്, അഭിനയം കൊണ്ടും എല്ലാം. പക്ഷെ എനിക്ക് ഒരഭിപ്രായമുള്ളത്, എനിക്ക് വർക്കൗട്ടായി, ഒരുപാട് പേർക്ക് വർക്കൗട്ട് ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ പരിഗണിക്കാവുന്ന ചിത്രമായിരിക്കണം എന്നില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം അഭിപ്രായമുള്ള തിയേറ്ററിൽ ഒരു വട്ടം ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന ചിത്രം തന്നെയാണ് ടി.എസ്. ഇറൈ.